ടീച്ചറെ, നമ്മുടെ ഈ സാഹിത്യത്തിലും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലും ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് അപനിർമ്മിതി അല്ലെങ്കിൽ അപനിർമ്മാണം എന്നുള്ളത്. എന്താണ് ടീച്ചറെ ഈ അപനിർമ്മാണം? ഇതിന് ഈ കൾച്ചറൽ മാർക്സിസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കൾച്ചറൽ മാർക്സിസത്തിന്റെ രീതി, മെത്തേഡ്, അത് അപനിർമ്മാണമാണ്. ഈ അപനിർമ്മാണം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഉത്തരാധുനിക ഒരു രീതിയായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ അത് തന്നെ കൾച്ചറൽ മാർക്സിസ്റ്റുകളും സ്വീകരിച്ചു. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ് മോഡേണിസം ഇവർ രണ്ട് ലേബലിൽ അറിയപ്പെടുന്നുവെങ്കിലും കൾച്ചറൽ മാർക്സിസ്റ്റുകളും പോസ്റ്റ് മോഡേണിസം തമ്മിൽ ഒത്തിരി സാമ്യമുണ്ട്. അവരുടെ രീതി ഒന്നാണ്, അവരുടെ ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ അത് അവരെല്ലാം പ്രീവിയസ്ലി പഴയ മാർക്സിസ്റ്റുകാരായിരുന്നു. പക്ഷേ ഓർത്തഡോക്സ് മാർക്സിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഇവരുടേതായ രീതിയിൽ ഉദ്ബോധനം കമ്മ്യൂണിസത്തിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അപനിർമ്മാണം എന്ന് പറയുന്നത് മാർക്സിൻ്റെ ഒറിജിനൽ മെത്തേഡാണ്. അത് ആക്ച്വലി ഇറ്റ് ബിലോങ്സ് ടു മാർക്സ്. അത് അന്ന് പേര് അപനിർമ്മാണമെന്നല്ലായിരുന്നു എന്നുള്ളത്. ആ രീതിയെ തന്നെയാണ് ഇവർ ഡെവലപ്പ് ചെയ്ത് അപനിർമ്മാണം എന്നൊക്കെ വിളിക്കുന്നത്. കാരണം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, കാൾ മാർക്സ് ഹെഗലിനെയാണ് ആശ്രയിച്ചത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ വൈരുദ്ധ്യാത്മകതയിൽ ഹെഗലിനെ ആ ഡയലക്റ്റിക്സ്, ആ മെത്തേഡ് എടുത്തു എന്ന് പറഞ്ഞു. അതിനെ അദ്ദേഹം സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഹെഗലിൻ്റെ ശരിക്കുള്ള ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഡയലക്റ്റിക്കൽ ഐഡിയലിസമാണ്. ഡയലക്റ്റിക്സ് മാത്രമല്ല, ഡയലക്റ്റിക്സ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഐഡിയലിസം സ്ഥാപിക്കാനാണ്. ഈ വൈരുദ്ധ്യാത്മകത പറയുന്നത് ഐഡിയലിസത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ആദർശവാദം അല്ലെങ്കിൽ ആശയവാദം എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ഹെഗൽ പറയുന്നത് ഈ ചരിത്രം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വളരെ സൂക്ഷ്മമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഡിവൈനാണ്, അതായത് ദൈവികമാണ്, ദിവ്യമാണ്. അത് ഒന്നേ ഉള്ളൂ, ഏകമാണ്. അപ്പോൾ അതിനെയാണ് ദി ആബ്സല്യൂട്ട് ഐഡിയ എന്നാണ് അദ്ദേഹം വിളിച്ചത്. ദി ആബ്സല്യൂട്ട് ഐഡിയ അതാണ് പരമമായ പാരമാർത്ഥിക സത്യം. ബാക്കിയെല്ലാം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ അത് ഉണ്ടാകും, മാറ്റങ്ങൾ സംഭവിക്കും. ഇതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ സ്വഭാവം എന്താണ്? അതിങ്ങനെ മൂവ് ചെയ്യും, അത് ചലിക്കുന്ന ശക്തിയാണ്. അപ്പോൾ അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ചലനം. അതിൻ്റെ ആ വേ ഓഫ് മൂവ്മെൻ്റ് ആണ് ഈ ഡയലക്റ്റിക്കൽ രീതി. അതായത് അത് സംഭവങ്ങളെ സൃഷ്ടിക്കുന്നത് വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് അതാണ്, ആ സത്യത്തിന്റെ ചലനത്തെ അതാണ്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആ ഡിവൈൻ ഇതിന്റെ ഐഡിയയുടെ, ആശയത്തിന്റെ, അത് ഈ ആശയം എന്ന് ശരിക്കും ഐഡിയ എന്ന് വിളിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യ ലോകത്ത് സാധാരണ അവര് മൈൻഡ് മാറ്റർ, ഇത് രണ്ടാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. മനസ്സും ദ്രവ്യവും ഇത് തമ്മിലാണ് അവരുടെ വ്യത്യാസം. നേരെ മറിച്ച് ഭാരതത്തിൽ വരുമ്പോൾ മാറ്ററും സ്പിരിറ്റുമാണ്, ആത്മാവും ദ്രവ്യവുമാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ഈ മനസ്സിന് ഇവര് ഏതാണ്ട് അതെ കാണുന്ന, പക്ഷെ അവിടെ മനസ്സിനെയും ഏതാണ്ട് ഒരു ഡിവൈനായിട്ട് പലരും കണ്ടിരുന്നു. എല്ലാവരും അല്ല എങ്കിലും പലരും കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐഡിയ ആൻഡ് മാറ്ററാണ് അവിടെ ഇഷ്യൂ. അതുകൊണ്ട് മാറ്റർ അല്ല, ദ്രവ്യമല്ല, ഇത് ദ്രവ്യത്തിൽ നിന്ന് വ്യത്യാസമാണ്, ദൈവികമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഐഡിയ എന്ന് വിളിച്ചത്. അല്ലാതെ വെറും ഒരു ആശയം എന്നുള്ള അർത്ഥമല്ല. അപ്പൊ സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. അദ്ദേഹം ഗോഡ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹം ഗോഡ് എന്ന് വിളിക്കുന്നുണ്ടായിനെ. അപ്പൊ അതുകൊണ്ട് ഒരു ഡിവൈൻ പ്രിൻസിപ്പിളാണ്. അപ്പൊ ഈ ഡിവൈൻ പ്രിൻസിപ്പിളാണ് പ്രപഞ്ചത്തെ നയിക്കുന്നത്. അതിന്റെ ദിവ്യമായ ആദർശമാണ്, അതിന്റെ വേ ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ സ്ഫുരണങ്ങളാണ് ഓരോ സംഭവങ്ങൾ. അപ്പൊ അതെങ്ങനാന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടാവും, ഉടനെ അതിനെ എതിർത്തും കൊണ്ട് വേറൊരു സംഭവം വരും, അതിനെ ഇല്ലാണ്ടാക്കി. അങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ സിന്തസിസ് ആണ് മൂന്നാമത്തത്. ആ മൂന്നാമത്തത് വീണ്ടും തീസിസ് ആവും. അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിന് ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കും, ഇത് നാച്ചുറലാണ്, അനിവാര്യമാണെന്നാണ് പറയുന്നത്. നേച്ചർ ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഒരു സീഡ്, ഒരു വിത്ത് പൊട്ടി ആ വിത്ത് ഇല്ലാണ്ടാവുന്നത്, പക്ഷെ വിത്തിന്റെ എസൻസ് ആണ് വൃക്ഷമായി മാറുന്നത്. അപ്പൊ അതുപോലെ എല്ലാത്തിനും അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിനെ എതിർക്കുന്ന ഒരു ശക്തി ഉണ്ടാവും. അങ്ങനെയാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ മാറ്റങ്ങൾ വരില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ഈ ഇതിനെയാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. പക്ഷേ കാൾ മാർക്സ് അത് എന്ത് ചെയ്തു? അതിനെ തലകീഴാക്കി.
ഡയലക്റ്റിക്സിന് അങ്ങനെ തന്നെ എടുത്തു, വൈരുദ്ധ്യാത്മകതയെ. പക്ഷേ ഐഡിയലിസത്തിനെ അദ്ദേഹം അതിനെ മെറ്റീരിയലിസം ആക്കി. അതുകൊണ്ട് ഹെഗലിന്റെ ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തിനെ ഇദ്ദേഹം ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആക്കി. ഇദ്ദേഹം പറയുന്നത് മെറ്റീരിയൽ ശക്തി, ഭൗതിക ശക്തിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഭൗതിക ശക്തിയാണ് ഈ സംഭവമാകുന്നത്. ഭൗതികവാദമാണ്, നിരീശ്വരവാദമാണ് കാൾ മാർക്സിൻ്റെത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് ഭൗതിക ശക്തി തന്നെയാണ് ദ്രവ്യത്തിന്റെ രൂപത്തിൽ ആകുന്നതും, അതുപോലെ തന്നെ ഇവിടെ ഓരോ സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഭൗതിക ശക്തിയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അദ്ദേഹം ഈ ആശയവാദത്തെ തലകീഴാക്കി. എന്നിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന എന്താണ്, ഹെഗലിന്റെ വാദം ഇങ്ങനെ തലകുത്തി നിൽക്കുമായിരുന്നു. ഹെഗലിന്റെ ഫിലോസഫി അതിനെ ഞാൻ നേരെയാക്കുവാണ് ചെയ്തത്, സത്യത്തിൽ തലകുത്തി മറിക്കുകയാണ് ചെയ്തതെന്ന് ഐഡിയലിസ്റ്റ് പറയുള്ളൂ. അപ്പോ ഇതാണ് അപനിർമ്മാണം എന്ന് പറയുന്നത്. ഇത് ഈ രീതിയാണ് പിന്നീട് ഉത്തരാധുനികതയുടെ ഉപജ്ഞാതാവായ ജാക്ക് ഡെറീദ എന്ന് പറഞ്ഞ അൾജീരിയൻ ഫിലോസഫർ, അദ്ദേഹം ഇതിനെ അപനിർമ്മാണമായിട്ടങ്ങ് വികസിപ്പിച്ചു ഈ രീതിയെ. അതായത് തലകീഴായി മറിക്കുന്നതും, അതുപോലെ തന്നെ ഒരാശയത്തെ എതിർത്ത് അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടുവരുന്നതും, അതിന്റെ വിപരീതം കൊണ്ടുവന്ന് അതിനെ തകർക്കുന്നതും, അതുപോലെ തന്നെ ഏതെങ്കിലും പ്രാന്തപ്രദേശത്ത് വെച്ചിരിക്കുന്ന ഒരു ഐഡിയ എടുത്ത് മുഖ്യധാരയിൽ കൊണ്ടുവരിക, മുഖ്യധാരയിലുള്ളതിനെ പ്രാന്തപ്രദേശത്താക്കുക, അതായത് പാർശ്വവൽക്കരിക്കുക. ആ ഒരു രീതിയാണ് അപനിർമ്മാണം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത അപനിർമ്മാണവും നമ്മളൊന്ന് നോക്കിയാൽ അറിയാം, മാർക്സിയൻ മെത്തേഡ് തന്നെയില്ലേ. ഹെഗലിന്റെ ഇങ്ങോട്ട് എടുത്ത് തലകീഴായിട്ട് മറിച്ചു. അപ്പൊ ഈ ആചാര്യൻ തന്നെയാണ് ആദ്യം കാണിച്ചു കൊടുത്തത്. അതിനെ ഉത്തരാധുനികതയിൽ ഡെവലപ്പ് ചെയ്തു, അതിനെ കൾച്ചറൽ മാർക്സിസ്റ്റ് എടുത്തു. അവർക്ക് മനസ്സിലായി ഇത് നമ്മുടെ ആചാര്യൻ ഡെവലപ്പ് ചെയ്ത സാധനമാണ്, അവരത് സ്വീകരിച്ചു. അപ്പൊ അവര് വേറെ വഴിയിലൂടെയാണ് പോകുന്നത്. സാമ്പത്തിക അട്ടിമറി അല്ല, കൾച്ചറൽ അട്ടിമറിയാണ് കൾച്ചറൽ മാർക്സിസ്റ്റുകൾ ചെയ്യുന്നത്. എങ്കിൽ പോലും അവർ ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. വഴി മാറിയാണ് പോകുന്നത്, പക്ഷെ മെത്തേഡ് ഒന്ന് തന്നെയാണ്, വൈരുദ്ധ്യാത്മക മെത്തേഡ് അല്ലെങ്കിൽ അപനിർമ്മാണം. ഈ അപനിർമ്മാണം നമ്മുടെ ദേശീയതയ്ക്കും ദേശീയ സംസ്കാരത്തിനും നമ്മുടെ ഒരു പാരമ്പര്യത്തിനും ഒക്കെ അനുകൂലമാണോ പ്രതികൂലമാണോ? ഇത് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ സാംസ്കാരികമായ മുന്നേറ്റത്തിന്, ഈ ദേശീയമായ ഒരു വളർച്ചയ്ക്ക് ഇത് സഹായകരമാണ്? ഒട്ടുമല്ല. ഒരു ഭാരതീയ സംസ്കാരത്തിനൊന്ന് മാത്രമല്ല, പാശ്ചാത്യ സംസ്കാരത്തിലും ട്രഡീഷണൽ സംസ്കാരത്തിനും ആധുനികമായിട്ടുള്ള ചില കാര്യങ്ങൾക്കും എല്ലാം ഇത് എതിരാണ്. ആധുനികതയും ഇത് എതിർക്കുന്നുണ്ട്, അതിലും ചില പ്രിൻസിപ്പിൾസിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഓർത്തഡോക്സ് ചിന്താഗതി അല്ലെങ്കിൽ പരമ്പരാഗതമായ ചിന്താഗതിയെ ഇത് അങ്ങേയറ്റം എതിർക്കുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഭാരതത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അത് ഈ അപനിർമ്മാണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങളാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്. ഒന്ന്, ഒരാശയത്തെ അവരുടെ ഭൗതികവാദത്തിന് അല്ലെങ്കിൽ ഫൈനലി കമ്മ്യൂണിസം നടപ്പാക്കാൻ പറ്റുന്ന രീതിയിൽ, അനുയോജ്യമായ രീതിയിൽ ഓരോന്നിനെയും അട്ടിമറിക്കുക. അപ്പോൾ ഭൗതികവാദത്തെ അനുസരിച്ചാണെങ്കിൽ ഈ ഭൗതികമല്ലാത്ത ഏതെങ്കിലും ആശയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ടെക്സ്റ്റിൽ അതിനെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ നേരെ വിപരീതം കൊണ്ടുവരിക. അതുപോലെ തന്നെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഐഡിയാസിനെയൊക്കെ മാറ്റി, അപ്പൊ ക്രമഭംഗം ഉണ്ടാക്കാൻ, അതായത് സമൂഹത്തിൽ ഇപ്പോൾ ഉള്ള കൾച്ചറിന് അട്ടിമറിക്കണം, അതിന് ക്രമഭംഗം ഉണ്ടാക്കണം. അപ്പോൾ മുഖ്യധാരയിൽ നിൽക്കുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആശയങ്ങൾ ഏതൊക്കെയാണ്, അതിനെ മാറ്റിയിട്ട് അതിൻ്റെ ഏതെങ്കിലും പ്രാന്തപ്രദേശത്തുള്ള ഒന്നിനെ ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. അപ്പൊ അതിലാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ ടീച്ചർ. ഇപ്പം ശ്രീരാമൻ ഒരു വളരെ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഉത്തമ പുരുഷൻ, മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ സങ്കല്പിച്ചാണ് നമ്മൾ ചരിത്രം പഠിച്ചു പോകുന്നത്. ശ്രീരാമനെ ആരാധിക്കുന്നവരുണ്ട്, ദൈവമായി കരുതി ആരാധിക്കുന്നവരുണ്ട്, അല്ല ഒരു മനുഷ്യനായി കരുതി ആരാധിക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട് ലോകത്ത്. പക്ഷെ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ രാമന്റെ വ്യക്തിത്വത്തിൽ അപനിർമ്മാണം നടത്തുക. ഉദാഹരണത്തിന് പിന്നെ ഏകപത്നി വ്രതക്കാരനായിരുന്ന രാമൻ ബഹുഭാര്യത്വത്തെ ആഗ്രഹിച്ച ആളാണെന്ന് വരുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ശരിയാകും? ശരിയാണ്. കാരണം
രാവണനാണ് യഥാർത്ഥ ഹീറോ എന്ന് പോലും ചിലർ വാദിക്കുന്നുണ്ട്. അതെ അപ്പൊ രാമനെ വില്ലനാക്കുകയും നായകനായ രാമനെ വില്ലനാക്കുക, അതായത് താടകയെ കൊന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ കുറെ കുറ്റങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ബാലിയെ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്തു, രാവണന്റെ കഥയാണ് ശരിക്കും രാമായണം എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അത് എന്താണ് ഒരാശയത്തെ, അതായത് രാമൻ ഇപ്പോ ജനങ്ങളെ സ്വാധീനിച്ചു നിൽക്കുന്ന ഒരു ഫിഗറാണ്. അപ്പൊ അതിനെ മാറ്റിയിട്ട് ആ വില്ലിനെ കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കണം. അത് കുഴപ്പമൊന്നുമില്ല, അയാൾ പാവമാണ്, അയാൾ നല്ലോണം പെരുമാറി, അയാളുടെ ഒരു കുറ്റം പറയാനില്ല എന്നുള്ള രീതിയിൽ അവരെ ഉദ്ബോധനം ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. നമ്മളെ കായംകുളം കൊച്ചുണ്ണിയുടെ തിയറി ഉണ്ട്. കായംകുളം കൊച്ചുണ്ണി മോഷ്ടാവാണ്, പക്ഷെ മോഷ്ടിക്കുന്നതിന്റെ ഒരു പങ്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആ രീതിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ മുഖ്യധാരയിലേക്ക് ഈ പ്രാന്തപ്രദേശത്ത് സൂക്ഷിക്കുന്നവരെയൊക്കെ ടെക്സ്റ്റിൽ അങ്ങനെ സൂക്ഷിക്കുന്നെങ്കിൽ അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരണം. അപ്പൊ കർണനെ പിന്നെ നായകനാക്കുക, ഭീമനെ MT തന്നെ ഇത് തന്നെ, MTയും ഇരാവതി കർമ്മയും ഇത് തന്നെയാണ് ചെയ്തത്. ഇവര് ഈ ഇതാണ് നടപ്പാക്കിയത്. ഇവര് അതിലുള്ള സെക്കൻഡ് ഹീറോയെയും വില്ലനെയും ഒക്കെ മുഖ്യധാരയിലേക്ക് എന്നിട്ട് നായകനെ പതുക്കെ ഈ പറഞ്ഞ പോലെ പാർശ്വവൽക്കരിക്കുക. അതുപോലെ തന്നെ സജ്ജനങ്ങളെല്ലാം ദുർജനങ്ങളായിട്ട് കാണിക്കുക, ദുർജനങ്ങളെയൊക്കെ ന്യായീകരിക്കുക. ഇത് തന്നെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അപനിർമ്മാണ പദ്ധതി. അപ്പോ സാഹിത്യത്തിലും കലയിലും കൃത്യമായിട്ട് ഒരു അപനിർമ്മാണം നടത്തി. നേരത്തെ പറഞ്ഞ ആ സിദ്ധാന്തത്തിൽ എങ്ങനെയാണോ ഹെഗലും മാർക്സും തമ്മിലുണ്ടായത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കൊണ്ടുവരിക. അപ്പൊ ഇത് ഇവര് നടപ്പാക്കുന്നുണ്ട്. ഇത് ദേശീയതയ്ക്കും പാരമ്പര്യത്തിനും സംസ്കാരത്തിനും ഒക്കെ വരുത്തി വെക്കുന്ന നാശം ചെറുതല്ല. അതെ. അപ്പൊ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ ഇത് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് പറയുന്നത് പിന്നെ ഈ മതവും വിശ്വാസവും ആചാരവുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവർ ആക്രമിക്കുന്നത്. കാരണം അതിൽ ഈ കൾച്ചറൽ മാർക്സിസ്റ്റിന്റെ ഒരു നേതാവ് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ പിന്നെ സാധാരണ ജനങ്ങളാണല്ലോ, പോപ്പുലേഷൻ കൂടുതലാണല്ലോ, ആ സാധാരണ ജനങ്ങൾ ഏതിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്? അവർ ചില വിശ്വാസങ്ങൾക്കും മതത്തിനും അതുപോലെ തന്നെ ആചാരങ്ങൾക്കുമാണ്. ഇതിനെ പിടിക്കണം. അപ്പൊ ഇതിൽ നുഴഞ്ഞു അതാണ് ഇതിൽ നുഴഞ്ഞു കയറിയിട്ട് അവർക്ക് മാറ്റം, അവരുടെ മനസ്സിന് മാറ്റം വരുന്ന രീതിയിലുള്ള തിയറീസ് ഉണ്ടാക്കണം എന്നാണ്. അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കണം. അത് അവരെ മനസ്സിൽ പിടിപ്പിക്കണം. എന്ന് വെച്ചാൽ ഇതൊക്കെ തെറ്റാണ്, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യേണ്ടതാണ്, ശരിയാണ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ തോന്നൂലേ, അയ്യോ ഏതെങ്കിലും ഒന്ന് ഇത് വെറും മിത്താണ് എന്ന് റാഷണലൈസ് ചെയ്ത് അതിനെ കൊണ്ടുവരുമ്പോൾ ശരിയാണ്, അങ്ങനെ ഒന്ന് ഇത് നമ്മൾ വെറും മിത്തിനെ എടുത്തു യാഥാർത്ഥ്യം ഒന്ന് വിചാരിച്ചല്ലോ എന്നിങ്ങനെ തോന്നലുണ്ടാക്കണം, ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക. ആ അതിലേക്ക് അവരുടെ മീൻ ഏതാണ് ഈ കമ്മ്യൂണിസം നടപ്പാക്കാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കൾച്ചറൽ ഏരിയസിലെല്ലാം നുഴഞ്ഞു കയറി ഇങ്ങനെ ഉണ്ടാകും. ഇപ്പൊ തന്നെ നോക്കണം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗുരുവായൂർ, അവിടെ എന്താണ് മതത്തെ ഒരുമാതിരി ഇപ്പം ഈ ഹിന്ദു മതസ്ഥര് തന്നെ പറയുന്നില്ല, അല്ലെങ്കിൽ തന്നെ ഒരു കുളത്തിൽ ഇങ്ങനെ ചിന്തിപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. അതായത് ഹിന്ദുക്കള് പല വിശ്വാസങ്ങളും ടേക്ക് ഫോർ ഗ്രാൻഡഡ്, അതങ്ങനെയാണ് എന്ന് വിചാരിക്കും. പക്ഷെ അവരെ മറിച്ച് ചിന്തിപ്പിക്കുക, പാരമ്പര്യമായിട്ട് തുടർന്ന് വരുന്ന ഒരു സാധനത്തിനെ ചോദ്യം ചെയ്യുക, അതിൽ അവിശ്വാസം ജനിപ്പിക്കുക. ഇതാണ് ഒരുതരം പുനർവായന. ഇപ്പൊ ടെക്സ്റ്റുകളെ പുനർവായന നടത്തുന്നത്, അതുപോലെ പുനരവലോകനം നടത്തുക കാര്യങ്ങളെയൊക്കെ, അത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവരുടെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും അവനിർമ്മാണം എന്ന് പറയുന്നത്. ഈ അവനിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ നടപ്പാക്കുന്ന അവനിർമ്മാണം. അതിനവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഭാരതത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ മതം ആദ്യം തകർക്കണം, അതിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കണം, അതിന് ഉപയോഗപ്പെടുത്തണം ന്യൂനപക്ഷത്തിനെ. ആദ്യം ഉപയോഗപ്പെടുത്തും, പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂനപക്ഷത്തിന്റെ വിശ്വാസങ്ങളെ ഇവർ തകർക്കും. അവർ കമ്മ്യൂണിസ്റ്റുകളായാൽ അവർ വെറുതെ വിടും. അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസം സ്വീകരിച്ചില്ലെങ്കിൽ അവരുടെ മതത്തിനെയും കൈവയ്ക്കും. അതാണ് ഇപ്പൊ ആദ്യം ഏറ്റവും വലിയ ഇഷ്യൂ ഇതാണല്ലോ, ഭൂരിപക്ഷത്തിന്റെയാണ്. അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.